സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 50-ാം വാക്യമാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷിക്കപ്പെടും. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു? നമുക്കൊരു കഥയിലൂടെ നോക്കിയാലോ? ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരും അല്ലേ? അപ്പോൾ ഇന്നൊരു സാങ്കല്പിക കഥയായാലോ? ഒരു പെൻസിലിന് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ വിഷമമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു പെൻസിൽ ഒരിടത്ത് നല്ല സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അത് രണ്ടായിട്ട് ഒടിഞ്ഞു പോവാനായിട്ട് ഇടയാവുന്നു. വളരെ വേദനയായിരുന്നു. നല്ല കരയുന്നുണ്ടായിരുന്നു പെൻസിൽ. അയ്യോ, എൻ്റെ ദേഹം മുഴുവൻ രണ്ടായിട്ട് മുറിഞ്ഞു പോയല്ലോ, ഞാൻ എങ്ങനെ ഇനി ഒന്നായി മാറും? എന്താണ് എനിക്ക് സംഭവിച്ചേ? ഇനി എങ്ങനെ എനിക്ക് ജീവിക്കാനായിട്ട്, തുടർ ജീവിതം, എൻ്റെ ജീവിതം ഇനി എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് ഈ പെൻസിൽ വളരെയധികം ഭാരപ്പെടാനും വിഷമിക്കാനും പ്രയാസപ്പെടാനും ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇരിക്കെ ഈ പെൻസിലിൻ്റെ ഉടമസ്ഥനായ ആ കുഞ്ഞിന് ഒരു ബുദ്ധി തോന്നി. ഈ പെൻസിൽ എന്തായാലും ഒട്ടിച്ച് ചേർക്കാനായിട്ട് സാധിക്കില്ല. ഇനി എങ്ങനെ ഈ പെൻസിലിനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ ഐഡിയയിൽ വന്ന ഒരു ചെറിയൊരു കാര്യം ഈ പെൻസിലിലേക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് ഈ കുട്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു കോള് വരുന്നുണ്ട്. ആരാ നോക്കിയതിന് ശേഷം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ, പ്രിൻസ്, സുഖായിരിക്കുന്നോ? ആഹാ, ഓക്കെ. വീട്ടിലെല്ലാവരും സുഖായിരിക്കുന്നോ? ആഹാ, ഓക്കെ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ ഇപ്പോ? വല്ലപ്പോഴും ഇങ്ങനെ സമയം എടുത്ത് വെച്ച് കാണാറുണ്ട്, കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആണല്ലോ. ഓക്കെ, അപ്പോൾ വല്ലപ്പോഴും അല്ല, എന്നും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്രിൻസ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ പ്രിൻസിന് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. യൂഫ്രട്ടീസ് നദീതീരത്ത് തന്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ പോയപ്പോൾ ഹദദേസരിന് എന്ത് സംഭവിച്ചു? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കണോ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ, വായിക്കാം. യൂഫ്രട്ടീസ് നദീതീരത്ത് തന്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ പോയപ്പോൾ ഹദദേസരിന് എന്ത് സംഭവിച്ചു? ഓക്കെ, ആധിപത്യം ഉറപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെ തനിക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചു. എന്താണ്? ദാവീദ് അവിടെ ദാവീദുമായിട്ടുള്ള യുദ്ധമായിരുന്നു. പിന്നീട് അവന്റെ എന്ത് ചെയ്തു? അതായത് തോൽപ്പിച്ചു. ശരി ഉത്തരമാണ്. ദാവീദ് അവനെ തോൽപ്പിച്ചു കളഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പ്രിൻസിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എവിടെ വച്ചാണ് ദാവീദ് ഹദദേസറിനെ തോൽപ്പിച്ചത്? ഇതാണ് ചോദ്യം. ഹദദേസറിനെ നമ്മുടെ ദാവീദ് തോൽപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അത് എവിടെ വെച്ചായിരുന്നു? ആ സ്ഥലത്തിന്റെ പേരാ വേണ്ടത്. ഒന്ന് ഓർത്ത് നോക്കൂ. അല്ല, അതിന്റെ അടുത്ത അതെ, ശരി ഉത്തരവാണ്. ഹമാത്തിൽ വെച്ച്. ഓക്കെ പ്രിൻസ്, ഇപ്പൊ 2 ചോദ്യവും ശരിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ സന്തോഷത്തിൽ ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, പാടിക്കോളൂ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകേ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ?
ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഹലോ, നന്നായിട്ട് പാടി പ്രിൻസ്. ഏത് ചർച്ചിലാ പോകുന്നേ? ഞാനിവിടെ പാലാരിവട്ടത്താണ് ചർച്ചിൽ. ഓക്കെ, അവിടെ കൊയറിനൊക്കെ നിൽക്കാറുണ്ടോ? ഇല്ല, കൊയറിലൊന്നുമില്ല. അയ്യോ, നന്നായിട്ട് പാടുന്നുണ്ട് പക്ഷേ. അതെ അല്ലേ? ഓക്കെ, ഇനിയും ആ ഒരു ശബ്ദം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് വൈഫ്, 2 മക്കള്. ഓക്കെ, മക്കൾ എന്ത് ചെയ്യുന്നു? അവര് പഠിക്കുന്നു. ഒരാള് 8ാം ക്ലാസ്സിലും ഒരാള് 2ാം ക്ലാസ്സിലും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ പ്രിൻസിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദാവീദുമായി യുദ്ധം ഉണ്ടായപ്പോൾ ഹദദേസർ ഏത് രാജ്യത്തെ രാജാവായിരുന്നു? ദാവീദുമായി യുദ്ധമുണ്ടായപ്പോൾ ഹദദേസർ ഏതു രാജ്യത്തെ രാജാവായിരുന്നു? സോബയിലല്ലേ? അല്ലേ? ആണോ? സോബ. ആണോ? ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ ശരി ഉത്തരമാണ്. ആ ഒരു ശരി ഉത്തരമാണ്. യുദ്ധത്തിന്റെ അത് ഞാൻ ശരിക്കും വായിക്കാറുണ്ടേ. ഓക്കെ, വായിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അധ്യായങ്ങളൊക്കെയാണോ വായിക്കാൻ ഇഷ്ടം? പ്രത്യേകിച്ച് ഈ ദാവീദിനെ എനിക്ക് ഒത്തിരി, ദാവീദിന്റെ വചനങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആണോ? അതിന് കാരണം എന്താണ്? അതായത് ദാവീദിനെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ക്രിസ്തുവിന്റെ വംശാവലിയില് ദാവീദിനെ എടുത്ത് വചനത്തില് ഉടനീളം പറയുന്നുണ്ട്. ദാവീദിന്റെ ഗൃഹത്തിലാണ്, അതായത് ദാവീദിന്റെ ആ ഒരു തലമുറയിലാണ്, വംശത്തിലാണ് ക്രിസ്തുവും ജനിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അത് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേന്ന് പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ സൗഖ്യം കിട്ടിയത്. അതെ അതെ അതെ, കുരുടന്, രോഗിക്ക്. അതെ. അതെല്ലാം ദാവീദിന്റെ, നമ്മൾക്ക് വളരെയധികം ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു ഹിസ്റ്ററിയാണ് ദാവീദുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേ. ഓക്കെ, അപ്പൊ ബൈബിളിലെ ഈ ഹിസ്റ്ററി എന്ന് വെച്ചാല് എല്ലാം ഹിസ്റ്ററി ആണ്, പക്ഷെ ഈ ഒരു പഴയ നിയമ ഭാഗം വായിക്കാനാണോ ഏറ്റവും ഇഷ്ടം? അങ്ങനെയില്ല. ഓക്കെ, ബൈബിൾ ഏതുവരെ വായിച്ചിട്ടുണ്ട്? ഉടനീളം കടന്നു പോകുന്നു നമ്മള് മിക്കവാറും. അങ്ങനെ ഒരു പർട്ടിക്കുലർ വരെ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഒരു ഓർഡർ ആയിട്ടില്ല, പക്ഷേ ഏറെക്കുറെ എല്ലാം അറിയാം. അതെ അതെ അതെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സിന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ഹദദേസറിന്റെ കയ്യിൽ നിന്നും ദാവീദ് എത്ര രഥങ്ങൾ പിടിച്ചെടുത്തു? ഇതാണ് ചോദ്യം. എത്ര രഥങ്ങളാണ് ദാവീദ് ഹദദേസറിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്? 1000 ഉറപ്പാണ്? അതെ. അപ്പൊ ശരി ഉത്തരമാണ്, 1000 രഥങ്ങൾ. അതെ. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരിയായിട്ട് ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി ആയോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് പങ്കെടുക്കാൻ കഴിയുന്നതിന് ഒത്തിരി ഭാഗ്യമാണല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പം ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്. അപ്പോ നമ്മളെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. നമ്മളിപ്പോൾ വിളിച്ചത് പ്രിൻസ് ആയിരുന്നു. 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പെൻസിലിൻ്റെ ദുഃഖത്തിലേക്ക് കടന്നു വന്നാലോ? അപ്പോൾ നമ്മുടെ പെൻസിൽ വളരെയധികം വേദനയോടെ ഇരിക്കുമ്പോഴാണ് പെൻസിലിൻ്റെ ഉടമസ്ഥന് ഒരു ഐഡിയ തോന്നുന്നത്. എന്തായാലും ഈ ഒരു പെൻസിൽ 2ആയിട്ട് മുറിഞ്ഞു പോയി. തീർച്ചയായിട്ടും അത് ഇത്രയും വലിയ പെൻസിലായതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. പക്ഷെ ഇതിനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നാം എഴുതുമ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഇനിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് നമുക്ക് അതിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്ന് ചിന്തിക്കാം എന്നുള്ളൊരു ഒരു ആശയത്തിൽ നിന്ന് ഒരു ഐഡിയ നമ്മുടെ ഈ ഒരു ഉടമസ്ഥനായ കുട്ടിക്ക് വരുവാണ്. 2 പെൻസിലിനെയും ഷാർപ്പൺ ചെയ്തെടുക്കുവാണെങ്കിൽ എനിക്ക് 2 പെൻസിലായിട്ട് അതിനെ യൂസ് ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ആ കുഞ്ഞ് കടന്നു വരുവാണ്. അങ്ങനെ ഈ കുട്ടി 2 പെൻസിലിനെയും മൂർച്ച ഉള്ളതാക്കാനായിട്ട് ശ്രമിച്ചു.
അപ്രകാരം ചെറിയൊരു വേദനയിലൂടെ ആ രണ്ട് പെൻസിലും, അതായത് ഈ ഒരു പെൻസിൽ, രണ്ട് ഭാഗങ്ങളായ ഈ പെൻസിൽ മൂർച്ചയുള്ള നല്ല മനോഹരമായിട്ടുള്ള രണ്ട് പെൻസിലായിട്ട് മാറാനായി ഇടയായി. ഈ പെൻസിലിന് വളരെ സന്തോഷമായി. അത് ചിന്തിച്ചു, ഞാൻ ഒന്നായിരിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു കുട്ടിക്ക് എന്നെ വെച്ച് എഴുതാനായിട്ട് സാധിക്കൂ. ഞാനിപ്പോൾ രണ്ടായപ്പോൾ ക്ലാസ്സിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പെൻസിലില്ലാതെ വരുമ്പോൾ ഈ കുട്ടി എന്നിൽ നിന്ന് ഒരു ഭാഗത്തെ എടുത്ത് ആ കുഞ്ഞിനും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് എഴുതാനായിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ എന്നെ ഉപയോഗിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ തൃപ്തരാകുന്നു. അപ്പോൾ അത് എനിക്ക് വളരെയധികം സന്തോഷമുളവാക്കിയതാണ് എന്ന് ഈ പെൻസിൽ സ്വയം ആശ്വസിക്കാനായിട്ട് ഇടയായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോള് വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് സജിത എന്നാണ്. സജിത ചേച്ചി എവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ നെയ്യാറ്റിൻകര അമരവിള. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? വീട്ടില് ഹസ്ബൻഡും 2 മക്കളും. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ട്രിവാൻഡ്രം TVS വർക്ക് ചെയ്യുന്നുണ്ട്. ആഹാ. മക്കള്? മോൻ മൂത്തയാള് മോനാണ്. ആഹാ. മോൻ PG കഴിഞ്ഞു, സോഷ്യൽ വർക്കാണ്. ആഹാ. ഓക്കെ. മോള് 6ാം ക്ലാസ്സിൽ. ഓ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ആയിരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ആണല്ലേ വിളിക്കുന്നേ? ഫസ്റ്റ് ടൈം. ആഹാ. അപ്പൊ ഇനി എന്നും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ ചേച്ചി. അപ്പം നമുക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ബൈബിളിൽ നിന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ശരിയായിട്ട് ഉത്തരം നൽകണം എന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ ചേച്ചി, അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ സജിത ചേച്ചിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ഹദദേസറിന്റെ കയ്യിൽ നിന്നും ദാവീദ് പിടിച്ചെടുത്തത് എന്തെല്ലാമാണ്? ഇതാണ് ചോദ്യം. ഹദദേസരും ദാവീദും തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ആ യുദ്ധത്തില് ദാവീദ് ഹദദേസരെ തോൽപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വിജയിച്ച ദാവീദ് ഹദദേസറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം പിടിച്ചടക്കുവാണ്. ഇതാണ് സന്ദർഭം. അത് എന്തൊക്കെ വസ്തുക്കളാണ്, എന്തൊക്കെയാണ് ദാവീദ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ചോദ്യം. 1000 രഥങ്ങൾ, 7000 കുതിരപ്പടയാളികൾ, 20,000 കാലാളുകൾ. ഇനിയുണ്ടോ? ഇല്ല. ഇത്രയും പിടിച്ചെടുത്തു, ഉറപ്പാണോ? ഉറപ്പാണ്. ശരി ഉത്തരാണ് ചേച്ചി. 1000 രഥങ്ങൾ, 7000 കുതിരപ്പടയാളികൾ, 20,000 കാലാളുകൾ. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് നല്ല വോയിസ് ചേച്ചി, പാട്ടൊക്കെ പാടാറുണ്ടോ? ഇല്ല, മോള് പാടാറുണ്ട്. മോൾ അടുത്തുണ്ടോ? ഇല്ല, മോള് ട്യൂഷന് പോയി. ഓക്കെ, മോൾ പഠിക്കാനൊക്കെ എങ്ങനെയാ? മിടുക്കിയാണോ? മിടുക്കിയാണ്. ഓക്കെ, അപ്പോ മോള് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. കുടുംബ പ്രാർത്ഥനയൊക്കെ വെക്കാറുണ്ടോ? സന്ധ്യാ പ്രാർത്ഥനയൊക്കെ? ഉണ്ട്. പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവ് ആണോ കുഞ്ഞ്? പള്ളിയിൽ ആക്റ്റീവ് ആണ്. ഓക്കെ, ചേച്ചിയോ? ആക്റ്റീവ് ആണ്. ഓക്കെ, ഇതിനൊക്കെ നിൽക്കാറുണ്ടോ? കയറിനൊക്കെ നിൽക്കാറുണ്ടോ? മോള് പോവാറുണ്ട്. ചേച്ചിയും കൂടെ ഒന്ന് പാടി നോക്കേണ്ടിയിരുന്നു കേട്ടോ, നല്ല വോയിസ് ആണ്. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനുശേഷം കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സോബ രാജാവായ ഹദദേസറിനെ സഹായിക്കുവാൻ വന്നത് ആരായിരുന്നു? ഇതാണ് ചോദ്യം. സോബ രാജാവായ ഹദദേസറിനെ സഹായിക്കുവാൻ വന്നത് ആരായിരുന്നു? ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ ശരി ഉത്തരാണ് ചേച്ചി. ദമ്മേശക്കിലെ അരാമ്യർ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ബൈബിളൊക്കെ വായിക്കാറുണ്ടോ ചേച്ചി? ബൈബിൾ വായിക്കാറുണ്ട്. ഓക്കെ, അതിലെ യേശു ഒരുപാട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ചേച്ചിക്ക് യേശു എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന, അല്ലെങ്കിൽ യേശുവിനെ പറ്റി വിചാരിക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു അത്ഭുതം ഏതാണ്? ഏറ്റവും ഇഷ്ടമുള്ള ഒരു അത്ഭുതം?
യേശു ചെയ്ത്? പല കാര്യങ്ങളും പല ഉപമകളും ഉണ്ടെങ്കിലും ആ 38 വർഷം 38 വർഷമായിട്ട് പക്ഷപാതക്കാരനായിട്ടുള്ള ആ ഒരു മനുഷ്യനെ ദൈവം സൗഖ്യമാക്കിയതല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട, പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം അല്ലേ? ഓക്കെ ചേച്ചി, അപ്പോ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അല്ലെങ്കിൽ യേശു പറഞ്ഞ ഏതെങ്കിലും ഉപമ ഓർമ്മ വരുന്നെങ്കിൽ അതൊന്ന് പറയാവോ? ഓർമ്മ വരുന്നില്ല, അപ്പൊ സാരമില്ല ചേച്ചി, അപ്പൊ അടുത്ത കോളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ ചേച്ചി, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ നന്നായിട്ട് ദൈവത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി എന്തെങ്കിലും സാക്ഷ്യമോ എന്തെങ്കിലും വചനത്തിലെ ഓരോ കാര്യമോ ഒക്കെ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണിത്. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ചേച്ചിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. സോബ രാജാവായ ചോദ്യം ഇതാണ്. സോബ രാജാവായ ഹദദേസറിനെ സഹായിക്കുവാൻ വന്ന അരാമ്യരിൽ ദാവീദ് നിഗ്രഹിച്ചത് എത്ര പേരെയാണ്? ഹദദേസറിനെ സഹായിക്കാനായിട്ട് അരാമ്യർ വന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ദാവീദ് എന്തായാലും അവരെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോ സഹായിക്കാൻ വന്നവരെ ദാവീദ് നിഗ്രഹിച്ചു കളഞ്ഞു. അത് എത്ര പേരെ ആയിരുന്നു? 20,000 പേർ. ശരി ഉത്തരമാണ് ചേച്ചി, 20,000 പേര്. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അതിനു മുമ്പായിട്ട് ചേച്ചിയുടെ ജീവിതത്തിൽ യേശു ചെയ്ത എന്തേലും ഒരു അത്ഭുതം പറയാനായിട്ട് ആഗ്രഹമുണ്ടോ? പറയാൻ ആഗ്രഹമുണ്ട്. എന്റെ രണ്ടാമത്തെ മോള് ഞങ്ങക്ക് കുറച്ച് വൈകി കിട്ടിയ ഒരു മോളാണ്. അപ്പോ മോള് ജനിച്ചപ്പോഴേ മോൾക്ക് സ്കിന്നിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, മറുക് പോലെ. അപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു മോൾക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ബയോപ്സി ചെയ്തു. ആദ്യത്തെ ബയോപ്സി 21 ദിവസം പ്രായമായപ്പോഴാണ് ചെയ്തത്. അതിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മോൾക്ക് നട്ടലിന് താഴെയൊക്കെ ഒരു മുഴ ഉണ്ടായിരുന്നു. അപ്പൊ 9.5 മാസമായപ്പോഴത്തേക്ക് മോൾക്ക് അത് സർജറി കഴിഞ്ഞു. അതില് ബയോപ്സി മോൾക്ക് ക്യാൻസർ ആണ്. കൂടിപ്പോയാല് 6 മാസം വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഡോക്ടർമാര് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യണ്ട, മോള് ജീവിച്ചിരിക്കുന്ന കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതായിരുന്നു. എങ്കിലും ഫാമിലി ഫ്രണ്ട് ഒരു ഡോക്ടർ ഞങ്ങൾക്ക് RCCയിൽ പോകാനായിട്ട് ഒരു റെഫറൻസ് തന്നു. പക്ഷെ മോളും അവിടെയും ഡോക്ടർമാർ അങ്ങനെ തന്നെ പറഞ്ഞത്, ട്രീറ്റ്മെന്റ് ചെയ്താലും മോള് മരിച്ചു പോകും. പക്ഷേ ദൈവം എനിക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മോക്കിപ്പോ 11 വയസ്സുണ്ട്. മോള് സുഖമായിട്ടിരിക്കണം. ഫോളോ അപ്പ് ഒക്കെ പോകുന്നുണ്ട്, എങ്കിലും മോള് സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയൊരു അനുഭവമാണ്, ഒരു അനുഭവ സാക്ഷി. തീർച്ചയായിട്ടും അതൊരു വലിയ അത്ഭുതമാണ്. ഡോക്ടർമാരുടെ ആ ഒരു ചിന്തയെ മാറ്റി എഴുതുന്ന ഒരു സൃഷ്ടാവാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേച്ചി. ധൈര്യമായിട്ടിരിക്കും ചേച്ചി, മോക്കൊന്നും വരില്ല. നല്ല രീതിയിൽ അവള് ജീവിക്കട്ടെ, ദൈവത്തിന്റെ മകളായി മാറട്ടെ, വലിയൊരു സാക്ഷിയായി അനേകരുടെ മുന്നിൽ നിൽക്കാൻ ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ ചേച്ചി, അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? സജിത ചേച്ചിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. സോബ രാജാവായ ഹദദേസറിനെ സഹായിക്കുവാൻ വന്നവരിൽ ജീവനോടെ ശേഷിച്ച അരാമ്യർക്ക് എന്ത് സംഭവിച്ചു? ഇതാണ് ചേച്ചി ചോദ്യം. അരാമ്യരും ദാവീദിന് ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. ഉറപ്പാണോ ചേച്ചി? ഉറപ്പ്. തെറ്റിപ്പോയാലോ അഥവാ വിഷമാവോ? ഇല്ല, വിഷമാവില്ല. അപ്പൊ നമ്മൾ ഇനി വിളിക്കോ എന്നാലും? ഓക്കെ, എന്നാലും ഓക്കെ. അപ്പോൾ അങ്ങനെ വിഷമിച്ചൊന്നും പോവേണ്ട ആവശ്യമില്ല. ശരി ഉത്തരാണ് ചേച്ചി. അവരും ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തു. ഓക്കെ, ഇപ്പൊ സന്തോഷമായോ? 4 ചോദ്യം ശരിയായിട്ട് ഉത്തരം നൽകിയിരിക്കുവാണ്.
ഓക്കെ. എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ ചേച്ചി, അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കുടുംബത്തെ നാൾക്ക് നാൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ ചേച്ചി, ആ താങ്ക് യു. വിശ്വാസത്തോടെ ഇനിയും മുന്നോട്ട് പോവുക. ദൈവം തീർച്ചയായിട്ടും ഓക്കെ. കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ഓക്കെ ചേച്ചി, അപ്പോൾ ഇനി ഓക്കെ. നമ്മളെ വിളിക്കാൻ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രോഗ്രാം കാണുക, ഓക്കെ. സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ വിളിച്ചത് സജിത ചേച്ചിയായിരുന്നു. വളരെ സന്തോഷം ചേച്ചി, ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ പെൻസിലിൻ്റെ കഥയിലേക്ക് മടങ്ങി വന്നാലോ? ആ പെൻസിൽ ഒരിക്കൽ വളരെയധികം ദുഃഖിച്ചിരുന്നു അല്ലേ, തൻ്റേതായിട്ടുള്ള ആ അവസ്ഥയെ കണ്ടിട്ട്. പക്ഷെ അതേ പെൻസിൽ തന്നെ അവരുടെ ആ ഒരു അവസ്ഥയിൽ സന്തോഷിക്കാനുള്ള ഇട അതിൻ്റെ ഉടമസ്ഥൻ വരുത്തി കൊടുത്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കാറുണ്ടായിരിക്കാം, എന്തിനാ ജീവിക്കുന്നത്, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്ത് നന്മയാണ് എനിക്ക് ഈ ജീവിതത്തിൽ ഇനി കൈവരിക്കാനായിട്ടുള്ളത്, എന്ത് പ്രയോജനം, എൻ്റെ ജീവിതമേ താറുമാറായി പോയില്ലേ. ഈ വക പല ചിന്തകളും നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയേക്കാം. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മുടെ ഈ ഒരു അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സൃഷ്ടാവിൻ്റെ മുന്നിൽ നിന്നാണ് നാം ഈ കരയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന നല്ല പെൻസിലായി മാറ്റുക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ സംശയവുമില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നാം ഇന്നെടുത്തിരിക്കുന്ന ഈ വചനം. വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവൻ പറഞ്ഞു. ഇതിൻ്റെ സന്ദർഭം എന്താണെന്ന് വ്യക്തമാണോ? യായിറോസിൻ്റെ മകൾ മരണപ്പെടാനായിട്ട് ഇടയായത് വെച്ച് കൂടുതലൊരു വലിയൊരു ദീനം പിടിക്കാനായിട്ട് ഇടവരികയാണ്. അപ്പോൾ ഈ യായിറോസ് ഓടിപ്പോവുകയാണ് യേശുവിൻ്റെ അടുത്ത്. യേശുവേ, എൻ്റെ കൂടെ ഒന്ന് വരണേ, എൻ്റെ കുഞ്ഞിന് 12 വയസ്സേ ഉള്ളൂ, അവളിപ്പോൾ മരിച്ചു പോകാനുള്ള അവസ്ഥയിലേക്കായിരിക്കുവാണ് എന്ന് പറയുകയാണ്. അപ്പോൾ യേശു ഓക്കെ, യായിറോസിൻ്റെ കൂടെ പോകാനുള്ള ആ ഒരു ശ്രമത്തിനിടയിൽ യേശു 2-3 പേരെ സൗഖ്യമാക്കുന്നു. അപ്പോഴാണ് ആ യായിറോസിൻ്റെ ഒരു ദാസൻ ഓടി വന്ന് പറയുകയാണ്, നീ ഇനി ഗുരുവിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, നിന്റെ മകൾ മരിച്ചു പോയിരിക്കുന്നു. യായിറോസ് വളരെ ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോയി. പക്ഷെ യേശു പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ യായിറോസിൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? കെസിയ മോളെ, സുഖായിരിക്കുന്നോ? ഓക്കെ, എങ്ങനെ എക്സാം ഒക്കെ നന്നായി പോകുന്നോ? ഓക്കെ മോളെ, അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ മോളെ, മോക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ഹദദേസറിന്റെ പട്ടണങ്ങളിൽ നിന്നും ദാവീദ് കൊണ്ടുവന്ന താമ്രം ആര് എന്തിനു ഉപയോഗിച്ചു? ഇതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആണോ മോളെ? ഒന്നുകൂടെ വായിക്കണോ? ആ, പറഞ്ഞോ മോളെ. ദാവീദ് കൊണ്ടുവന്ന താമ്രം ആര് എന്തിനു ഉപയോഗിച്ചു? ശലോമോൻ താമ്രക്കടലും താമ്രപാത്രങ്ങളും ഉണ്ടാക്കി. ശരി ഉത്തരവാണ്. ശലോമോൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്രപാത്രങ്ങളും ഉണ്ടാക്കാൻ. ഓക്കെ കെസിയ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ മോക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സോബ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെയെല്ലാം തോൽപ്പിച്ചുവെന്ന് കേട്ടപ്പോൾ ദാവീദിന്റെ അടുക്കലേക്ക് മകനെ അയച്ചത് ആരാണ്? ദാവീദ് ഹദദേസറിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാണ്. അപ്പൊ തോൽപ്പിച്ചെന്നറിഞ്ഞപ്പോൾ ദാവീദിന്റെ അടുക്കലേക്ക് മകനെ അയച്ചത് ആരായിരുന്നു? അതാണ് ചോദ്യം. അതൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹമാത്ത് രാജാവായ തോവു. ശരി ഉത്തരവാണ് മോളെ, ഹമാത്ത് രാജാവായ തോവു. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് അനിയനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ, അപ്പോ ഈ ആഴ്ച പഠിച്ച ഏതേലും ഒരു വചനം പറഞ്ഞു തരുമോ നമുക്ക്? എന്നും വചനം പറയുന്നതല്ലേ?
ഓക്കെ പറഞ്ഞു. ഓക്കെ, ഒരു വചനം പറഞ്ഞു. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ. സങ്കീർത്തനം 70:1. ഒന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാട്ടോ അത്. ഓക്കെ. ആഹാ, ഓക്കെ മോളെ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? റെഡിയാണോ? അതെ പോകാം. ഓക്കെ, അപ്പോൾ കെസിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഹമാത്ത് രാജാവായ തോവു ദാവീദ് രാജാവിന്റെ അടുക്കലേക്ക് അയച്ചത് ആരെയാണ്? ഒരു മകനെ അയച്ചു എന്ന് പറഞ്ഞു. മകന്റെ പേരാണ് ഇവിടെ പറയേണ്ടത്. ഹദോരാമിനെ. ശരി ഉത്തരമാണ്, തന്റെ മകനായ ഹദോരാമിനെ. ഓക്കെ. ഓക്കെ, അപ്പൊ നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു 2 വരി പാട്ട് പാടുവോ? അതെ പാടാം. ഓക്കെ മോളെ, പാടിക്കോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഹലോ ഹലോ മോളെ, നന്നായിട്ട് പാടി കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണിത്. താങ്ക് യു. ഓക്കെ മോളെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. കെസിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ഹദദേസറിനെ ദാവീദ് തോൽപ്പിച്ചതിൽ അവനെ അഭിനന്ദിക്കുവാൻ മകനെ അയച്ചത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. യുദ്ധം ഉണ്ടായിരുന്നു. ശരി ഉത്തരവാണ് മോളെ. ഹദദേസരും തോവും തമ്മിൽ കൂടെ യുദ്ധമുണ്ടായിരുന്നു. ഓക്കെ മോളെ, മിടുക്കി. 4 ചോദ്യം ശരിയായിട്ട് ഉത്തരം നൽകിയിരിക്കുവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ പഠനത്തിലും മുന്നേറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ 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 മോളെ, അപ്പോൾ നന്നായിട്ട് ഇനി അടുത്ത് വിളിക്കുമ്പോൾ നല്ലൊരു വചനം വീണ്ടും പറഞ്ഞു തരിക, നല്ലൊരു പാട്ടും ഒപ്പം കൂടെ വെച്ചിരിക്കുക കേട്ടോ മോളെ. ഓക്കെ 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 മോളെ, ബൈ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് കെസിയെ ആയിരുന്നു. അപ്പോൾ മോള് എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കാൻ കൺഗ്രാറ്റുലേഷൻസ്. ഇനി വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന യായിറോസിൻ്റെ മകളുടെ കാര്യമാണല്ലേ. അപ്പോൾ മകൾ ഓൾറെഡി മരിച്ചു. അതിനുശേഷം യേശു യായിറോസിനൊരു കോൺഫിഡൻസ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുക്കുവാണ്. നീ വിശ്വസിക്കുക, നീ ഭയപ്പെടേണ്ട, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. ഓക്കെ, ആ ഒരു വിശ്വാസത്തിൽ യായിറോസ് യേശുവിനെയും കൂട്ടി തൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ മകൾ മരിച്ച് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് കരയുന്നുണ്ട്. യേശു എല്ലാവരെയും പുറത്താക്കാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും പുറത്തു പോയ ശേഷം യേശു ഈ മകളെ മകള് കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് ചെന്ന് അവളുടെ അപ്പനെയും യായിറോസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 2 ശിഷ്യന്മാരെയും കൂടെ വിളിച്ച് അകത്തേക്ക് കടന്നിട്ട് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട്, മകളെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്ത് സംഭവിച്ചു എന്നറിയോ? മരിച്ച കുഞ്ഞ് എഴുന്നേറ്റിരുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കഴിഞ്ഞു പോയി, തീർന്നു, എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ആ ഒരു സാഹചര്യത്തെ ഒരു കോമയാക്കി വീണ്ടും കണ്ടിന്യൂ ചെയ്യിക്കാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ ആ പെൻസിലിൻ്റെ കഥയും ഒന്ന് നോക്കൂ.
ആ പെൻസിൽ കഴിഞ്ഞു, ഇത്രയും വേദന സഹിച്ചു, എൻ്റെ ജീവിതം തീർന്നു എന്ന് കരുതിയ ആ ഒരു സാഹചര്യത്തിൽ ഒന്നല്ല രണ്ട് ഉപയോഗപ്രദമാക്കി 2 പെൻസിലാക്കി മാറ്റാനായിട്ട് അതിൻ്റെ ആ ഒരു ഉടമസ്ഥന് സാധിച്ചു. ഇതുപോലെ ആ മരിച്ച ഒരു കുട്ടി ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന വിഷമ വേളയിൽ അതിൻ്റെ നടുവിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കൂ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.